പശ്ചിമഘട്ട മലനിരകളുടെ തൊട്ടരികിൽ കണ്ണെത്താ ദൂരം നീണ്ടുകിടക്കുന്ന മാന്തോപ്പുകളുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ചുള്ളിയാർ ഡാം. അറിയാം ഈ വീഡിയോയിലൂടെ ചുള്ളിയാർ അണക്കെട്ടിനെ കുറിച്ച്. മറ്റുള്ള അണക്കെട്ടുകൾ പോലെ പ്രവേശന ഫീസോ തിരക്കോ ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും കുറവാണ്. എങ്കിലും ഫാമിലിയായും സുഹൃത്തുക്കളുമായി വരാൻ കഴിയുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഇത്. ഡാമിൻ്റെ മുന്നിൽ ഒരു വലിയ ഗേറ്റ് കാണാം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഗേറ്റും ഉണ്ടാകും. അവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് നടന്നു വേണം ഡാമിലേക്ക് എത്താൻ. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നെല്ലിയാമ്പതി മലനിരകളുടെ അടിത്തട്ടിൽ സുന്ദരിയായ ശാന്തമായി കിടക്കുന്ന ചുള്ളിയാറിനെ കാണാം. കയറി ചെല്ലുമ്പോൾ രണ്ടു വശങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ഇപ്പോൾ ഒരു വശത്തേക്കുള്ള വഴി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. എങ്കിലും ഒരു പ്രത്യേക ഫീലാണ് ഇതുവഴി നടക്കാൻ. ഡാമിനെ തട്ടിത്തഴുകി വരുന്ന തണുത്ത കാറ്റും മലനിരകളിലെ കോടമഞ്ഞും സൂര്യാസ്തമയവും എല്ലാം ഒന്നിച്ച് കാണുമ്പോൾ വേറിട്ടൊരു അനുഭൂതിയായിരിക്കും അത് പറഞ്ഞാലോ കേട്ടാലോ മനസ്സിലാവില്ല. അനുഭവിച്ച് തന്നെ അറിയണം. ഒരു ചെറിയ എൻട്രി ഫീസെല്ലാം വെച്ച് ഇവിടെയുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ച് നന്നായി പരിപാലിച്ചിരുന്നെങ്കിൽ പാലക്കാട്ട് വരുന്ന സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയേനെ ചുള്ളിയാർ ഡാമും. ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് ചുള്ളിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 1970 ഈ ഡാമിന്റെ പണി പൂർത്തീകരിച്ചത്. കൊല്ലങ്കോട്, എലവഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കൃഷിക്കും കുടിവെള്ളത്തിനുമായി ഈ ഡാമിനെയാണ് ആശ്രയിക്കുന്നത്. ഈ ഡാമിനെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.